ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, നിങ്ങൾക്കുള്ള റീഡിങ്, നിങ്ങൾക്കുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താ നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചെറിയ ഗ്രൂപ്പായിട്ട് ഞാൻ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ള സെഷൻ. അതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. ആൻഡ് അതിന് എന്തെങ്കിലും പറ്റുന്ന ഞാനും ഗൈഡ് ചെയ്ത് തരാം. ടാരോ എടുത്തിട്ട് എന്ന് മാത്രമല്ല, ടാരോ ഞാനൊരു ഗൈഡൻസ് ഞാൻ എടുക്കും. പക്ഷേ കൂടുതലും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന രീതിക്ക്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റീഡിങ് എടുക്കുന്നതിന് പകരം നേരിട്ട് എന്നോടൊന്ന് സംസാരിക്കാൻ കൂടിയുള്ള ഒരവസരമായിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് നോക്കാം. ആൻഡ് അതിൻ്റെ 8-നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റിൽ ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു അനൗൺസ് ചെയ്തിരുന്നു. ഞാനൊരു ചെറിയൊരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഫസ്റ്റിന് തന്നെ ഞാൻ ക്ലോസ് ചെയ്യും. അത് ഇപ്പോൾ ഓൾറെഡി 3-4 പേരായിട്ടുണ്ട്. ഓക്കെ, വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ. ഓക്കെ, ബുക്ക് ചെയ്ത് വെച്ചോളൂ. ബിക്കോസ് പിന്നീട് ലാസ്റ്റ് ആകുമ്പോഴാണ് എല്ലാവരും കയറി വരിക, എനിക്കറിയാം. ഓക്കെ, സോ എന്തായാലും താല്പര്യമുള്ളവർ വരൂ. നിങ്ങൾക്ക് എന്നോട് നേരിട്ടൊന്ന് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മെസ്സേജ് ഇട്ടിട്ട് എപ്പോഴും എനിക്ക് എല്ലാവരുടെ അടുത്തും എത്താൻ പറ്റിയെന്ന് വരില്ല. സോ ഇതൊരു നമ്മൾ ഓപ്പൺ സെഷനായിട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ വരൂ. പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ അതിനും നമ്പറിൽ കോൺടാക്ട് ചെയ്യും, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഗൈഡൻസിലേക്ക് കടക്കാം. ലെറ്റ്സ് സീ. യൂണിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. വെരി നൈസ്. ഓക്കെ, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ്. 2 മേജർ ആർക്കാൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ലവേഴ്സ്. 4 മേജർ ആർക്കാണ്. ഓക്കെ, 3. വാവ്, സീരിയസ്ലി. 4 ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുമ്പോൾ നമ്മുടെ വേൾഡ് കാർഡായിട്ട് എടുക്കും. നമ്മൾ വേൾഡ് ആൻഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. സോ 4 മേജർ ആർക്കാനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മേജർ റിയലൈസേഷൻസ് വരുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ തിരിച്ചറിയുന്ന രീതിയിലാണ് കാണുന്നത്. സോ ഇത് ഒരു ദിവസത്തേക്ക് എന്നുള്ള രീതിക്കല്ല ഈ ഗൈഡൻസ് എടുക്കുന്നത്. ഞാൻ ഇത് നമ്മൾ പറയുമ്പോൾ കുറച്ച് ലൈക്ക് ഒരു മേ ബി ഫ്യൂ ഡേയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ പറയില്ല, റിയലൈസേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്ന രീതിയിൽ ഇവിടെ ചില സൈക്കിൾസ് ഉണ്ടാവുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, വീണ്ടും ഒരേ സിറ്റുവേഷൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പോലെ. സോ ആ സിറ്റുവേഷൻസിൽ ഒരു മാറ്റം വരികയാണ്. ഓക്കെ, ആ സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാമെന്നാണ്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ എടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ, അതിനെപ്പറ്റി എല്ലാം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, ഒന്ന് ബാക്കിലേക്ക് നമ്മൾ പറയില്ലേ, ഒരു നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള വ്യക്തികളെക്കുറിച്ച്, സിറ്റുവേഷൻസിനെ കുറിച്ച് എല്ലാം നമ്മളൊന്ന് ആലോചിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ഒരു അവെയ്ക്കനിങ് എന്ന് വിളിക്കും ഈ കാർഡിനെ. ജഡ്ജ്മെൻറ്റ് നമ്മൾ അവെയ്ക്കനിങ് കാർഡ് എന്ന് പറയും. സോ അവെയ്ക്കനിങ് എന്ന് പറയുമ്പോൾ അതായത് യൂണിവേഴ്സ് പറയുന്നത്, ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സ് കാർഡും ഉണ്ട്. സോ വേൾഡ് കാർഡായിട്ട് എടുക്കാം, വീൽ ഓഫ് ഫോർച്യൂൺ ആയിട്ട് എടുക്കാം, നമുക്ക് രണ്ടും പറയാം. സോ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇനി എഴുന്നേക്കാൻ സമയമായി എന്നാണ്. ഓക്കെ, ഉറങ്ങിയത് മതി, എഴുന്നേക്കൂ, ഇനി കാര്യങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കൂ, മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട സമയമാണെന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻസ് മാറണമെങ്കിൽ നിങ്ങൾ ഡിസിഷൻസ് മാറ്റണം. നിങ്ങളുടെ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്നു എന്ന് വിചാരിക്കൂ, അതിൻ്റെ റിസൾട്ട് ഒരേപോലെ തന്നെ വരുള്ളൂ അല്ലേ. ആ റിസൾട്ട് മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മാറണം, നിങ്ങളുടെ ആക്ഷൻ മാറണം. ഓക്കെ, ആ ആക്ഷൻ മാറണമെങ്കിൽ നിങ്ങൾ കുറെ കൂടി റിയലൈസ് ചെയ്യണം. ഓക്കെ, ഞാനിത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇതേ കാര്യം വന്നു, അപ്പം ഇനി ഞാനതിനൊന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരും, റിസൾട്ട് കൂടി നമുക്ക് മാറും. അങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്ത് ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. സോ ഒരേ കാര്യം നമ്മൾ പലതവണ ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് പറയാറുണ്ട്, ഞാൻ എത്ര തവണ ഞാൻ ശ്രമിച്ചു ഇനി ശരിയായില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ മാറ്റാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓക്കെ, ഒന്ന് പാസ്റ്റിലേക്ക് നോക്കുക, എന്താണ് അവിടെ നമുക്ക് പഠിപ്പിക്കുന്നത്, അവിടെ നമ്മൾ എന്തായിരുന്നു നമ്മൾ ചെയ്യാൻ മടിച്ചത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്ന അവേക്കനിങ് എന്ന് പറയും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ സമയമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളൊന്ന് കാർമിക് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്നാൽ കാർമിക് എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളും നിങ്ങളെ വേദനിപ്പിക്കുക അങ്ങനെ
അങ്ങനെയൊന്നുമല്ല. ബട്ട് എന്തോ നിങ്ങളതിൽ നിങ്ങളെ പറ്റി തന്നെ നിങ്ങളെന്തോ പഠിക്കാനുണ്ട്, നിങ്ങളെന്തോ മാറ്റാനുണ്ട് എന്നാണ്. സോ ഇവിടെ ജഡ്ജ്മെൻറ്റ് സമയമായി യൂണിവേഴ്സ് പറയുന്നത് ഇനി എഴുന്നേക്കൂ, നോക്കൂ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് ഇസ് ആസ്കിങ് യു, ഓക്കെ, ലുക്ക് അറ്റ് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ലവേഴ്സ് ആൻഡ് സ്റ്റാറും ഉണ്ട്. ലവേഴ്സ് പറയുന്നതും തീരുമാനം എടുക്കുന്ന പോലെയാണ്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ട്, ചില ഡിസിഷൻസ്, നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ മാറ്റി, നമ്മൾ പറയില്ലേ ഇതുവരെ അല്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് മാറ്റി എന്തോ ചെയ്യാനുണ്ട് ഇവിടെ. സോ അതിന് വേണ്ട ഡിസിഷൻസ് നിങ്ങൾ എടുക്കാനുണ്ട്. ആൻഡ് ഇവിടെ സ്റ്റാറും പറയുന്ന പ്രതീക്ഷയാണോ, ഹീലിംഗ് ആണ്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴേ ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് വരുള്ളൂ. ഓക്കെ, അതിന് വേണമെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് മേ ബി വല്ല ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ. ഓക്കെ, എനിക്ക് ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് തോന്നി, വല്ല ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും അഡ്വൈസ് എടുക്കാം. ഓക്കെ, ആദ്യമേ ചിലപ്പോൾ ഇങ്ങനെ കടന്നുപോയ വ്യക്തികളുണ്ടാവില്ലേ, അവരോടൊന്ന് സംസാരിക്കുക, അവരോട് ചോദിക്കുക ഈ സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ അഡ്വൈസ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് പിന്നത്തെ കാര്യം. ബട്ട് അറ്റ്ലീസ്റ്റ് കേൾക്കൂ. ഓക്കെ, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കൂ, മനസ്സിലാക്കൂ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് എടുക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, മേ ബി ആരുടെയെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. സോ വേറെ ആരെങ്കിലും കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വർക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകും. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇവിടെ അഗൈൻ ഇത് ജനറൽ ആയിട്ടാണ് ഇന്ന് കൂടുതലും വരുന്നത്. കാരണം ഇത് പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് എനിക്ക് ഒരാളെ നമ്മൾ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറയാൻ ശ്രമിക്കാം. പക്ഷേ സ്റ്റാർ പറയുന്ന ഹീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് ഒരു മാറ്റം വരും, നിങ്ങൾ സിറ്റുവേഷനിൽ ഒരു ബെറ്റർ ആവും. നിങ്ങൾക്ക് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഒരു ഹെൽത്ത് വൈസ് എന്ന് പറയുന്ന പോലെയും എല്ലാം എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. ഓവറോൾ നിങ്ങൾക്കൊരു ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി ഒരു ശാന്തമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ കുറെ കൂടി ബെറ്റർമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്ന പോലെയാണ്, ഒരു ഗ്രോത്തിലേക്ക് പോകുന്ന പോലെയാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കുന്ന രീതിക്കാണ്. സോ മേ ബി ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന സമയമായി എന്നും പറയാം. ബട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരുത്താനുള്ള സമയമാണ്, അവേക്കനിങ്ങിൻ്റെ സമയമാണ്. സോ ഇത് ഏത് സിറ്റുവേഷൻ എടുത്താലും, ഇപ്പോൾ നമ്മൾ ജോലിയിൽ പറയുകയാണെങ്കിൽ അവിടെ ജോലിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരേപോലത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നു അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാലറി കൂടുന്നില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർ പ്രൊമോഷൻ കിട്ടിപ്പോകുന്നു നിങ്ങളുടെ മേലെ. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്താ ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കേണ്ട സമയം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, അതോ ഇവിടെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഞാൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയൊന്ന് ചിന്തിക്കുക. റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും അഗൈൻ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പല അനുഭവങ്ങളും വരുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത തരത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും ചിന്തിക്കുക. ഓക്കെ, ഞാൻ എങ്ങനത്തെ ബന്ധങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്, ആർക്കാണ് ഞാൻ എൻ്റെ സമയം കൊടുക്കുന്നത്, ആർക്കാണ് ഞാൻ എൻ്റെ എഫേർട്ട് കൂടുതൽ ചെയ്യുന്നത്, അത് ആവശ്യമുണ്ടോ, അതോ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ എന്തൊക്കെയോ കുറേ ചിന്തിക്കേണ്ട സമയമാണ്. ശരിക്കും ഇത് മേജർ ആർക്കാണ് 4 കാർഡാണ് വന്നത്. നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഇത് നിങ്ങളിനി തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും ഉള്ള സമയമാണ്. ഓക്കെ, ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സമയമാണ്, ഒരു അവേക്കനിങ് വരുന്ന സമയമാണ്. സോ നിങ്ങൾ നല്ലോണം ആലോചിക്കുക. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എടുക്കുക മറ്റുള്ളവരുടെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സഹകരണത്തിൻ്റെ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. 4 ഓഫ് പെൻറ്റിക്കിൾസും 5 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, അതാ പറ്റുന്നവിടെ. ഓക്കെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നമ്മൾ ചില സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ചിലത് വിട്ട് കളയണം എന്ന് നമുക്കറിയും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം വരുത്തണം എന്ന് നമുക്കറിയാം. ആ മാറ്റം വരുത്തുമ്പോൾ ചിലപ്പോൾ അത് ഈസി ആയിരിക്കില്ല, അല്ലേ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന രീതിക്കായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ പലതും നഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കും. അത് ഓർത്തിട്ട് നിങ്ങൾ അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് വരും, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, അങ്ങനെ പലതും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പേടിക്കുന്നത്. പക്ഷേ അത് കാരണം നിങ്ങളിവിടെ തീരുമാനം എടുക്കാതെ നിൽക്കും തോറും ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തന്നെയാണ് അത് ബാധിക്കുക. ഓക്കെ, സോ ഇനി ഇറ്റ്സ് ടൈം ടു തിങ്ക്. ഓക്കെ, ഇത് ചിലപ്പോൾ ചെറിയ നഷ്ടങ്ങൾ വന്നേക്കാം. ഓക്കെ, ചെറിയ നഷ്ടങ്ങൾ, പക്ഷെ അത് നിങ്ങൾക്ക് നല്ല ഇനാണെങ്കിലോ അങ്ങനെ ചിന്തിച്ച് നോക്കൂ. ഓക്കെ, സോ ഇവിടെ അതൊരു ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ഓവറോൾ ഗൈഡൻസ് ആയിട്ടാണെന്ന് വരുന്നത്. ഒരു ഇന്നത്തെ ദിവസത്തെ കാര്യമല്ല. നിങ്ങളൊന്ന് ഫുള്ളി ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസേഷൻസ് കൊണ്ടുവരാനുണ്ട്. ഒരു അവേക്കനിങ്, എന്താ പറയുക, സ്പിരിച്വലി യൂണിവേഴ്സ് നിങ്ങളെ എഴുന്നേപ്പിച്ച് വിടുന്ന പോലെയാണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് സമയമായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഗൈഡൻസ് കൂടെ എടുക്കാം. ഓക്കെ, സൈലൻസ് കാണുന്നുണ്ട്, മൊറാലിറ്റി, കമ്പാരിസൺ, ഓക്കെ, സോറോ, ലാസ്റ്റ് കാർഡ്, അബണ്ടൻസ്.
ഓക്കെ, വി ആർ ദ വേൾഡ്. നമുക്ക് വേൾഡ് കാർഡാണ്, യൂണിവേഴ്സാണ് ആദ്യം വന്നത്. ഇവിടെയും വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ചില കംപ്ലീഷൻസിൻ്റെ സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ സൈക്കിൾസ് അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില സൈക്കിൾസ് വീണ്ടും 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 റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ അത് നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് എത്രയും വേഗം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദുഃഖങ്ങളാണ് ഫലം. ഓക്കെ, നിങ്ങൾ ആ ഒരു ദുഃഖത്തിൻ്റെ ഇതിൽ കിടന്നിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തോ മാറ്റം വരുത്താനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസിങ് പറയുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, ഈ അനുഭവങ്ങൾ, ഓക്കെ, നിങ്ങൾ എന്ത് ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ള അനുഭവങ്ങളാണ്. ഓക്കെ, ഇവിടെ സൈലൻസ് പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക, മാറിയിരിക്കുക, എല്ലാവരിൽ നിന്നും ഒന്ന് കുറച്ചൊരു അകൽച്ച വയ്ക്കുക. ഓക്കെ, എന്ന് വെച്ചിട്ട് തനിച്ചിരിക്കാൻ ജീവിക്കാമെന്നല്ല പറയുന്നത്. ഒരല്പം നമ്മൾ പറയില്ലേ, മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഒന്ന് കുറയ്ക്കുക. മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്സിനോടോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കാം. നിങ്ങൾക്ക് ലൈക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള വ്യക്തികളുടെ കൂടെ മാത്രം നിങ്ങൾ നിൽക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്, നിങ്ങൾക്ക് ഒരു സമാധാനം കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാത്തതിൽ നിന്നൊന്നും മാറി നിൽക്കാനുള്ള സമയമാണ്. സൈലൻസിലിരിക്കുക. ആൻഡ് ആ സൈലൻസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമുക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമാണ്. അങ്ങനെ നിങ്ങൾ നോക്കി തുടങ്ങുമ്പോഴാണ് നമുക്ക് അവേക്കനിങ് വരുന്നതും. ഓക്കെ, സോ ഇവിടെ നമ്മൾ തേർഡ് ഐ ചക്രയിലാണ് ഇവിടെ ആ മൂൺ നിൽക്കുന്നത്. അതായത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ പഠിക്കുക. ഓക്കെ, ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഓക്കെ, നമ്മൾ പറയില്ല, ഒരു കാര്യം നമ്മൾ കേട്ട ഉടനെ അല്ലെങ്കിൽ കണ്ട ഉടനെ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ പെട്ട ഉടനെ നമുക്ക് പെട്ടെന്ന് ഒരു തോന്നൽ വരും അല്ലേ, അതിനെയാണ് പറയുന്നത്. അല്ലാതെ സെക്കൻഡ് തോട്ട് നമ്മൾ പിന്നെ അല്ല അതിൻ്റെ അങ്ങനെ അല്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്നതല്ല. ഫസ്റ്റ് വരുന്ന തോട്ടിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ അതും നമ്മുടെ പേടി കൊണ്ട് വരുന്നതാവരുത്. ഓക്കെ, നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് ഇവിടെ മൊറാലിറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ മോറൽ വാല്യൂസ്. ഓക്കെ, പലതും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, എനിക്ക് ശരി എന്ന് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് ശരി എന്ന് തോന്നാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, ലൈഫിൽ അങ്ങനെയാണ് നമുക്കൊക്കെ അല്ലേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. സോ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവും. പക്ഷേ ഓക്കെ, നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക്, അതായത് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശരി തോന്നാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ സോള് ഹേർട്ടാവും. ഓക്കെ, നമ്മുടെ എന്താ പറയുക, ശരിക്കും സോളിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ആത്മാവെന്ന് പറയില്ലേ, ആത്മാവ് എവിടെയോ മുറിപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം നമ്മൾ പറയില്ലേ, ശരിക്കും ആ സോളിനാണ് ഒരു വേദന തോന്നുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ മനസ്സിന് ശരിയും തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മീൻസ് നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ അത് ചിലത് മാറ്റേണ്ടി വരും ഇന്നത്തെ കാലത്തിനനുസരിച്ച് ിട്ടൊക്കെ ഇല്ല എന്നല്ല. ബട്ട് എന്നാലും എവിടെയോ നിങ്ങളുടെ മനസ്സിന് ഒട്ടും നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അത് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. കമ്പാരിസൺ പറയുന്നത് നിങ്ങളോട് ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്ന് പറയുന്നത്. നിങ്ങൾ വേറൊരാളുടെ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ്, വേറൊരു വ്യക്തിക്ക് എന്ത് കിട്ടുന്നു. ഇപ്പം നമ്മൾ ഇവിടെ 2 മരമാണ് അല്ലേ, ഒന്ന് വലിയ മരമായിട്ടുണ്ട്, ഒന്ന് മുളയായിട്ടുണ്ട്. രണ്ടിനും 2 ഗുണമാണ്, 2 രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത്. ഒരിക്കലും എല്ലാവരും യുണീക്കാണ് എന്ന് വിശ്വസിക്കുക. ഓക്കെ, ആൻഡ് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒപ്പം പഠിച്ച വ്യക്തികൾ, നമ്മൾ പലരും നല്ല ക്ലോസ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ പോട്ടെ ബ്രദർ സിസ്റ്ററോ ആരും ആയിക്കോട്ടെ, അവരുടെ ലൈഫ് വളരെ നന്നായിട്ടിരിക്കുന്നു, എനിക്ക് ഇന്നോട്ടും ഒന്നും ആയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ലൈഫ് വേറെയാണ്, അവരുടെ കർമ്മ വേറെയാണ്, അവർ അനുഭവിക്കാനുള്ള കാര്യങ്ങൾ വേറെയാണ്, നിങ്ങളുടെ ലൈഫ് വേറെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പുറമേ കാണുന്നത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്യുകയും ചെയ്യരുത്. അതായത് നമ്മൾ പുറമേ ഹാപ്പി ആയിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, എൻ്റെ ഇവിടെ സോറോ, യെസ്, ഇത് വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അതിന് പുറത്ത് വരാൻ ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പിനെസ്, സന്തോഷം, ഫൈനാൻഷ്യലി ആയിരിക്കാം, നിങ്ങളുടെ ഓവറോൾ എല്ലാം കൊണ്ടും അബണ്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ പക്ഷേ ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, വേൾഡ് യെസ്, ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിലൊരു മാറ്റം വരാനുള്ള സമയമായിട്ടുണ്ട്. അതാണ്. ഓക്കെ, സോ എന്ത് തന്നെയായാലും നല്ലത് വരട്ടെ. ഓക്കെ, ആൻഡ് താല്പര്യമുള്ളവർ റീഡിങ്സിനും മറ്റേ ഗ്രൂപ്പിനും വേണ്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.